ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പവിത്രത്തിന് നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ വിക്രത്തിന് വേദ അയച്ച ഡൈവേഴ്സ് നോട്ടീസൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അത് വായിച്ച് നമ്മുടെ വിക്രം ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെ വേദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി? തന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ വേദയ്ക്ക്? അവൾക്ക് ഒരിക്കലും ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയെക്കുറിച്ച് പഴയ കുറേ ഓർമ്മകൾ, വേദയും വിക്രവും തമ്മിലുണ്ടായിരുന്ന കുറേ കോംബോ രംഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ഇങ്ങനെ ഒരേ കഥ എഴുതിയ കാര്യങ്ങൾ അതൊക്കെ അമ്മയുടെ മുന്നിൽ വെച്ച് കണ്ടതും, അമ്മ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് വേദ പറയുന്നുണ്ട് വിക്രം പറഞ്ഞിട്ട് എഴുതിയതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയായിട്ട് കുറേ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ വേദയെക്കുറിച്ച് ഇങ്ങനെ നമ്മുടെ വിക്രം ആലോചിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമം തന്നെ ആയിരിക്കുകയാണ്. വേദ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചതിൻ്റെ വിഷമത്തിൽ രാവിലെ തന്നെ കമല അമ്പലത്തിലേക്ക് പോവാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ നമ്മുടെ വേദ ആ അമ്പലത്തിലേക്ക് വരികയാണ്. വേദ വേഗം അമ്മയെ കണ്ട വഴിക്ക് അമ്മേന്ന് വിളിച്ച് ഓടിച്ചെല്ലുകയാണ് കേട്ടോ. വേദയെ കണ്ട വഴിക്ക് തന്നെ നമ്മുടെ കമലത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കമല അങ്ങനെ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് വേദയുടെ അടുത്ത് നിന്ന് വേദയുടെ കൈയൊക്കെ പിടിച്ചിട്ട് പറയും, മോളെ, നീയും എൻ്റെ മോനും തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നൊന്നും അമ്മയ്ക്ക് അറിയില്ല, പക്ഷേ ഒരു ഡൈവേഴ്സ് വരെ എത്തും എന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞ് തീർക്കുമെന്ന് അമ്മ വിചാരിച്ചത്, ഇത്രത്തോളം മോള് അവൻ്റെ പേരിൽ ഡൈവേഴ്സ് നോട്ടീസ് അയക്കുമെന്നൊന്നും അമ്മ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് ഭയങ്കര വിഷമമാവും. അമ്മ കരയണ കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പോൾ വേദ കമലത്തിനെ സമാധാനിപ്പിക്കുകയാണ്. അമ്മ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും, എല്ലാം ഞാൻ ശരിയാക്കും അമ്മയെന്നൊക്കെ പറഞ്ഞ് വേദ കമലത്തിനെ ആശ്വസിപ്പിക്കുക കേട്ടോ. ഈ സമയത്ത് വേദയ്ക്ക് കാര്യം മനസ്സിലായി. തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രീയേട്ടൻ ഒപ്പിച്ച പണിയാണിതെന്ന് വേദയ്ക്ക് മനസ്സിലായി. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വേദനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച പേപ്പർ താനോട് പറയാണ്ട് തന്നെ വിക്രത്തിന് അയച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ അമ്മേനെ സമാധാനിപ്പിച്ചു. അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അമ്മ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേദ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. വീട്ടിലേക്ക് പോകുമ്പോൾ വേദ ഭയങ്കര ദേഷ്യത്തിലാണ്. മൊത്തം ദേഷ്യവും സങ്കടവും കലിപ്പൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് ചെല്ലുക. വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചുറ്റും നോക്കുമ്പോൾ ശ്രീനെ കാണില്ല. ശ്രീയുടെ റൂമിലെത്തുമ്പോൾ ശ്രീ മാത്രമേ ഉള്ളൂ, അവിടെ വർഷം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശ്രീയെ വേഗം അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് വേഗം അകത്തേക്ക് ചെന്നിട്ട് വാതിൽ കുറ്റിയിടുകയാണ്. കുറ്റിയിട്ടിട്ട് ശ്രീയേട്ടൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കും, ശ്രീയേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കും. അപ്പോൾ ശ്രീ ചോദിക്കും, എന്താ വേദ, നീ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിച്ചു. ശ്രീയേട്ടനൊന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കുകയൊന്നും വേണ്ടില്ല, എന്നെക്കൊണ്ട് ആ ഒപ്പിടിപ്പിച്ച ഡൈവേഴ്സ് നോട്ടീസ് എന്നോട് ചോദിക്കാണ്ട് എന്നെ അയച്ചില്ലേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അയാളൊരു ചിരിയൊക്കെ ചിരിക്കും. അപ്പോൾ പറയും, നിങ്ങളിങ്ങനെ വല്ലാണ്ട് ചിരിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ എന്നോട് ചോദിക്കാണ്ട് നിങ്ങൾ ഈ ചതി ചെയ്തത്, അത് വേഗം തന്നെ ഒരു ദിവസം സമയം ഞാൻ നിങ്ങൾക്ക് തരും, അതിക്ക് മുന്നേ തന്നെ ആ കേസ് നിങ്ങൾ പിൻവലിച്ചോളണം, ആ നോട്ടീസെന്ന് പറയും കേട്ടോ. അപ്പോൾ അതൊന്നും നടക്കില്ല, നിന്നോട് പറഞ്ഞതല്ലേ കാര്യങ്ങളൊക്കെ, നീ പറഞ്ഞ ഡീലായിട്ടല്ലേ നമ്മൾ ഇതുവരെ എത്തിയെന്നൊക്കെ ഇങ്ങനെ ശ്രീ വേദയോട് പറയാം കേട്ടോ. ഇതൊന്നും എനിക്കറിയില്ല, വേദയ്ക്കൊരു വാക്കുള്ളൂ, വേദ പറഞ്ഞ പോലെ ചെയ്യും. അപ്പോൾ പറഞ്ഞ പോലെ ആ ഡൈവേഴ്സ് നോട്ടീസ് വേഗം ഇങ്ങോട്ട് പിൻവലിച്ചോ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. അതൊക്കെ ചെയ്ത ശേഷമാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറയും കേട്ടോ വേദ. അപ്പോൾ വേദ കടന്നു പോയി കഴിയുമ്പോൾ ശ്രീ ഇങ്ങനെ സ്വയം പറയുക, ഇവള് പറഞ്ഞ പോലെ ചെയ്യും, ഇനി എന്തെങ്കിലും അടുത്ത തീരുമാനം എടുക്കണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കമലം അമ്പലത്തിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കമലം പറയണ്ട്, ഞാൻ അമ്പലത്തിൽ വെച്ച് വേദേനെ കണ്ടു, വേദയോട് സംസാരിച്ചു. അപ്പോൾ വേദ പറയണത്, എല്ലാം ഇപ്പം ഞാൻ ചെയ്യണത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രീജിക്ക് ഭയങ്കര സമാധാനമാണ്. നാശം ഇനി ഈ ഭാഗത്തേക്ക് വരില്ലല്ലോ എന്നുള്ള സമാധാനത്തിലാട്ടോ നമ്മൾ ശ്രീജി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര വിഷമം വരികയാണ്. അപ്പോൾ വിക്രം പറയും, എന്തായാലും അവളത് അവളുടെ തീരുമാനത്തിലെടുത്ത കാര്യമല്ല, അവളെക്കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതാണ്, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം എന്ന് നമ്മുടെ വിക്രം പറയുകയാണ് കേട്ടോ. എന്തായാലും കമലത്തിന് ഭയങ്കര സന്തോഷമായി, വേദ കണ്ട് സംസാരിച്ചു, എല്ലാത്തിനും ഒരു തീരുമാനം ആക്കി തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സമാധാനത്തിലാണ് കേട്ടോ കമല ഇരിക്കുന്നത്. എന്തായാലും നമ്മുടെ വേദയും വിക്രവും ഒന്നിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.